എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ ആമസോണിൽ നിന്ന് നമുക്ക് 100 രൂപയിൽ താഴെ കിച്ചണിലേക്ക് വേണ്ടുന്ന എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഓൺലൈനായിട്ട് വില കുറച്ചിട്ട്, പ്രത്യേകിച്ച് 100 രൂപയിൽ താഴെ എന്നൊക്കെ പറയുമ്പോൾ പറയട്ടെ, കുഞ്ഞാറ്റ് ഒറ്റയ്ക്കാണ് കേട്ടോ. ഒന്ന് കണ്ണൊക്കെ എഴുതി കണ്ടോ, വാലൊക്കെ ഇട്ടിച്ചിക്ക് നോക്കി കുഞ്ഞാറ്റ് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്തതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് പ്രത്യേകിച്ച് 100 രൂപയിൽ താഴെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷമാണല്ലോ. പിന്നെ അടുക്കളയിലേക്കുള്ളതും കൂടെ ആണെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി സന്തോഷമാകുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു എയർ ടൈറ്റ് സീലറാണ് കേട്ടോ. ഇത് കിച്ചണിലേക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. നമുക്ക് പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റുകൾ ഉണ്ടാവും, നമ്മുടെ പുട്ടുപൊടിയുടെ പാക്കറ്റ്, കറി മസാലകളുടെ, നൂഡിൽസിൻ്റെ, അങ്ങനെയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്താ നോർമലി നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വയ്ക്കും, അല്ലെങ്കിൽ ചുമ്മാ എങ്ങനെയെങ്കിലും വെക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ ഒരു എയർ ടൈറ്റ് സീലർ ഉണ്ടെങ്കിൽ ഇതാണോ, ഞാൻ ഈ ഒരു കവർ കാണിച്ചു തരാം. ഈ ഒരു കവറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ഇതിപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിലോ ഫ്രീസറിലോ. അല്ലെങ്കിൽ നമ്മൾ പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ നോർമലി നമ്മൾ കിച്ചണിൽ എവിടെയെങ്കിലും റാക്കിലൊക്കെ ആയിരിക്കില്ലേ വെക്കുക. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്, എയറും കിടക്കില്ല. അതേപോലെ തന്നെ ഉറുമ്പ് അങ്ങനെയുള്ള പ്രാണികൾ ഒന്നും നമ്മുടെ ഇങ്ങനെ ഫുഡ് ഐറ്റംസിൻ്റെ പാക്കറ്റിലേക്ക്, അതായത് പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റിലേക്ക് കിടക്കില്ല. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ നമുക്ക് കുറേ നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈസിൽ നമുക്ക് 5 എണ്ണമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം, ഏറ്റവും കുഞ്ഞത്, പിന്നെ അതിൻ്റെ ഒരു വലുത്, പിന്നെ ഏറ്റവും വലുത്, അങ്ങനെയാണ്. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാക്കറ്റിൽ കിച്ച ഐറ്റംസാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിന് വന്നിട്ട് 79 രൂപയാണ്. റേറ്റും കുറവാണ്, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പാക്കറ്റുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കിളിയാക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഭംഗി അങ്ങോട്ട് പോയിട്ടിട്ടും ചെയ്യും. കളർഫുള്ളായിട്ട് എല്ലാം ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തത്. അടുത്തത് ഈ ഒരു വെജിറ്റബിൾ മാഷറാണ് കേട്ടോ. നമുക്കറിയാം വെജിറ്റബിൾസൊക്കെ നമ്മൾ ചൂടോടുകൂടി ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഉടച്ചെടുക്കേണ്ടി വരുമ്പോൾ, കൈ വെച്ച് ഉടയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. കൈ വെച്ച് ഉടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സെയിം നമ്മൾ വെജിറ്റബിൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ചതയ്ക്കും. ഞാൻ അങ്ങനെയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചതച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വെജിറ്റബിളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ചിട്ട് കുക്കറിൽ ആദ്യം വെജിറ്റബിൾസ് വേവിച്ചിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ ഉടച്ചിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതായിരിക്കുമല്ലോ അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടമൊക്കെ. ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴാണ് ഇഷ്ടമുണ്ടല്ലോ, ഇഷ്ടം എന്ന് പറയുന്ന കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാട്ടോ യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 88 രൂപയാണ്. ഇതിൽ 100 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറവിനൊക്കെ ആയിരിക്കുമല്ലോ സാധനങ്ങൾ കിട്ടുക. അപ്പോൾ 88 രൂപയ്ക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനിതിൻ്റെ ലിങ്കൊന്നും ഞാനിപ്പോൾ ഇനി കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ചാനലൊന്നും അല്ലല്ലോ എൻ്റെ ചാനൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു വെജിറ്റബിൾ മാഷറിൻ്റെ ലിങ്ക് തരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തന്നോളാം. അപ്പോൾ ഇത് നെക്സ്റ്റ് എന്താ നോക്കാം. ഇത് മമ്മി നിങ്ങൾക്ക് തീർച്ചയായും തരില്ല. മമ്മിക്ക് എത്ര ആയുസുണ്ടാവും, എനിക്കിത് ആയുസില്ല. കാരണം ഞാൻ നിങ്ങൾക്കിത് തരും ഗൈസ്. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട് കട്ടറാണ് കേട്ടോ. ഇതെങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇപ്പോൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കുമല്ലോ. പിന്നെന്താ ഓട്സ് അതിനകത്തേക്കൊക്കെ. അപ്പം ഇതിനകത്തേക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബദാം, കാഷ്യൂനട്ട് അല്ലെങ്കിൽ വാൾനട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കുറേയൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഒരു അളവിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു വിട്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് കൂടെ ഫ്രൂട്ട് ഇങ്ങനെ പൊടിയായിട്ട് നമുക്കിങ്ങനെ വീഴും. ഓട്സിൽ, പായസത്തിൽ അങ്ങനെയൊക്കെ. കുഞ്ഞാവ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞാവ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുകയാണ് ഇവിടെ കിടന്നിട്ട്.
അപ്പോൾ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട് കിട്ടുന്ന 89 രൂപ. ഈ ഒരു പ്രൈസിനൊക്കെ ഇത് നല്ലതല്ലേ? ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞാറ്റ് ആൽമണ്ടൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അവർക്ക് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കുടിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കുമ്പോൾ പിന്നെ അത് കാണാണ്ടെങ്കിലും കഴിച്ചോളൂ. ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ എന്തെങ്കിലും കഴിച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുവാണിത്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു ബ്രഷാണ്. ഇപ്പോൾ ബോട്ടിൽ ക്ലീനിങ് ബ്രഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇനി സ്കൂളൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഡെയിലി നമുക്ക് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുവാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 96 രൂപയാണ്. നമുക്കറിയാം, നമുക്ക് കുഞ്ഞു കുഞ്ഞു വായവട്ടങ്ങളുള്ള കുപ്പികളുണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വലിയ ബ്രഷൊന്നും നമുക്ക് എത്തൂല, നമ്മളെ കൈ എത്തൂല. അപ്പോൾ ഇതൊക്കെയാണ്, ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കുപ്പിയുടെ ഉൾവശമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സിലിക്കോണാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. പിന്നെ ഉള്ളൊരു സംഭവമാണ് മെഷറിങ് കപ്പ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 99 രൂപയാണ് കേട്ടോ. എന്നാലും 100 രൂപ ആയിട്ടില്ല, 99 രൂപയാണ്. ഇതിൽ കുറേ ഇതുണ്ട്, മെഷർ ചെയ്യാനുള്ള കുറേ കപ്പുകളുണ്ട്. 240 ml മുതലാണ് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ 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 വന്നിട്ട് നമ്മൾ എന്താ പറയില്ലേ, ടീസ്പൂൺ വരില്ല, ടീസ്പൂൺ വരെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ബേക്ക് ചെയ്യുന്നവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ഐറ്റംസ് നമ്മൾ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഇത്ര കണക്കിനായിരിക്കും പറയുന്നുണ്ടാവുക, ഇത്ര കപ്പ് ഇതിന് ഇത്ര കപ്പ് അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, ഞാൻ അങ്ങനെ വലിയൊരു കുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആക്ച്വലി. പക്ഷേ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് മെഷറിങ് കപ്പ്. ആവശ്യം വരാതിരിക്കില്ല. അപ്പോൾ 99 രൂപയ്ക്ക് ഒരു മെഷറിങ് കപ്പിൻ്റെ ഒരു സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കിച്ചൺ പോട്ടാണ് കേട്ടോ. ഇത് കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു സാധനമാണ്. കാരണം നമ്മൾ ഡ്രസ്സൊന്നും അഴുക്കാവില്ല, വെള്ളം തെറിച്ച് നമ്മുടെ ഡ്രസ്സൊന്നും കേടുവരില്ല. പിന്നെന്താ, ബാക്കി കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള വേറെ കറിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രസ്സിലേക്ക് ആവില്ല. അമ്മമാരുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നമാണ് നമ്മൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മുഷിഞ്ഞു എന്നുള്ളത് കിച്ചണിൽ വർക്ക് ചെയ്ത് പാത്രമൊക്കെ കഴുകുമ്പോൾ. ഞാൻ മെയിനായിട്ടും കിച്ചണിൽ പാത്രം കഴുകാനൊക്കെയാണ് പോകാറുള്ളത്. ബാക്കി ഫുഡ് ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുന്നതൊക്കെ അമ്മ തന്നെയാണ്. അപ്പോൾ പാത്രം കഴുകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഡ്രസ്സിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു കിച്ചൺ കോട്ട് ഉണ്ട്. അപ്പോൾ അത് നാശമായിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാം അല്ലേ. പിന്നെ ഇതിന് താഴെ വന്നിട്ട് ഇതിൻ്റെ ലൈനിങ് വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് കേട്ടോ. മേലെയാണ് തുണി വരുന്നത്, പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിലേക്കൊന്നും ഒബ്വിയസ്ലി വെള്ളവും ഒന്നും ആവില്ല. പിന്നെന്താ, നമുക്ക് അലക്കി ഇടുകയും ചെയ്യാം. പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമല്ലേ. ഇവിടെ ബാക്കിലേക്ക് പിടിച്ച് കെട്ടാനുള്ളൊരു കയറൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 99 രൂപയാണ്. അടുത്തത് ഒരു പേഴ്സാണ്, ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നൊരു പേഴ്സാണ്. അവർക്ക് കാണുന്നില്ല, കണ്ടോ, നല്ല രസമുണ്ട്. ഇത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടൊക്കെ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഡ്രസ്സൊക്കെ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മൊബൈല്, കുറച്ച് ആവശ്യത്തിന് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. ഇതിൽ വലിയൊരു സിബ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഇപ്പം അമ്മ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുറകിലും ഒരു ഇത് വരുന്നുണ്ട്, ഒരു സിബ് വരുന്നുണ്ട്. കുഞ്ഞവ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാരിയിലേക്ക് അമ്മമാർക്കൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോകാൻ നല്ല സ്റ്റൈലായിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 96 രൂപയാണ്. അപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇപ്പോൾ 2-3 ഐറ്റംസ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആളിങ്ങനെ സംസാരിച്ച്
ഇങ്ങനെ ഇങ്ങനെ സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സംസാരം തുടങ്ങിയല്ല, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ പാടും, അതൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടും. അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കുഞ്ഞാവനോടാണ് സംസാരിക്കണേന്ന് വിചാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഓ അല്ലേ, ഓ ഓ അപ്പോൾ ഹലോ പറഞ്ഞേ, ഹലോ ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. 100 രൂപയിൽ താഴെ നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. പിന്നെ വരുന്നത് ഈ ഒരു സ്പൈസസ് ബോക്സ് ആണ്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അതിനകത്ത് ഒരു കുഞ്ഞ് സ്പൂണും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഗ്രീൻ കളറിൽ നമ്മൾ സിങ്കിൽ ഇതുപോലെ പാത്രം കഴുകുന്ന ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്തോളും. നല്ല രസമാണ്. പിന്നെ ഇത് വന്നിട്ട് സോപ്പ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതിൽ നമ്മൾ സോപ്പ് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കാണുന്ന ഭാഗത്തൂടെ ഇത് നമ്മുടെ ഒരു സ്ലോപ്പായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ സോപ്പിൻ്റെ ബാക്കി വെള്ളമൊക്കെ സിങ്കിലേക്ക് തന്നെ ഒഴുകി പൊക്കോളും. പിന്നെ ഒരു മൾട്ടി പേർപ്പസ് സ്റ്റാൻഡാണ്. ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ പെന്ന്, സ്റ്റുഡൻസിനാണെങ്കിൽ പെന്ന് അങ്ങനെയുള്ള സംഭവമൊക്കെ ഇട്ട് വയ്ക്കാം. കിച്ചണിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. കണ്ണൊക്കെ എഴുതിയൊരു വലിയൊരു പാലൊക്കെ മഞ്ഞൊക്കെ എനിക്ക് എഴുതിയത് ഇങ്ങനത്തുള്ളൊരു ആളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഒരു പൊട്ട് തെറ്റിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പൊട്ടില്ലേ കാണാൻ നിങ്ങൾക്ക് കണ്ടേ?